ഏതാണ് 4 അപകടകരമായ പിടുത്തങ്ങൾ? എന്താണ്? മഹാനായ ഇബ്രാഹിം നിയാസ് അൽ കൗലഹി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫീ റിയാദ് തഫ്സീറിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. വളരെ പ്രാമാണികനായ ഉലമാക്കളിൽ, സാദാത്തുക്കളിലും ഉലമാക്കളിലും ഒരാളാണ് മഹാനായ ഇബ്രാഹിം നിയാസ് അൽ കൗലഹി റളിയല്ലാഹു അൻഹു. അവരുടെ ഫീ റിയാദ് തഫ്സീറിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. 4 കാര്യങ്ങൾ മനുഷ്യനെ വലിയ തടസ്സമായി നിൽക്കും. ഒന്ന് എന്താണ്? ഒന്ന് ദുനിയാവ്, 2 പിശാച്ച്, 3 ഹവ, 4 അവന്റെ തന്നെ നഫ്സ്. 4 കാര്യം ഏറെ അപകടകരമാണ്. 4 കാര്യങ്ങൾ ഏറെ അപകടകരമാണ്. ഒന്നാമത്തത് ദുനിയാവ്, രണ്ടാമത്തതോ പിശാച്ച് നേരിട്ട്. ദുനിയാവിന്റെ അപകടം മനുഷ്യനിൽ വരുന്ന സ്വാധീനം എങ്ങനെയാണ്? ദുനിയാവിന്റെ അഹ്ലുകാരുമായി മനുഷ്യന് ബന്ധം അധികരിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് വരാൻ അവന് കഴിയൂല. ചാരിയാൽ ചാരിയത് മണക്കും. അപ്പോൾ ദുനിയാവിന്റെ അഹ്ലുകാരെ ഇഅ്തിസാലാവണം, അവരിൽ നിന്ന് ഒഴിവാകണം. അവർക്ക് നടുവിൽ അവന്റെ തൊഴിൽ ചെയ്യുന്നത് ഒരു വൃത്തികേടും അബദ്ധവും ഇല്ല. അത് അവന്റെ തൊഴിലാണ്. അതായത് മുമിനാണോ മുമിനല്ലയോ എന്നൊന്നും പരിശോധിച്ച് ഒരു മനുഷ്യന് അവന്റെ തൊഴിൽ ചെയ്യാൻ കഴിയില്ല. ഒരു കച്ചവടത്തിന് ഇരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർക്ക് ഹക്കും ബാത്തിലും നോക്കിയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അവന്റെ ഉത്തരവാദിത്വം. എല്ലാം കൂടെ നോക്കാൻ കഴിയില്ല. പക്ഷേ അത് ആ ഒരു ബന്ധം മാത്രമാണ്. അല്ലാത്ത ഒരു അലാഖത്തുൽ ഖൽബ്, ഹൃദയത്തിന്റെ ഒരു ബന്ധം അവരോടില്ല. ഹൃദയത്തിന്റെ ബന്ധം ഉണ്ടാകുമ്പോൾ എന്താണ് ഉണ്ടാവുക? അവരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാഹു ജല്ല ജലാലായ പടച്ചതമ്പുരാനോട് ബന്ധമുണ്ടെങ്കിൽ ഏറ്റവും മധുരമുള്ള വാക്ക് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നത് അതിന്റെ ഒരു അതുവക്കായിരിക്കും. വല്ലാത്തൊരു രുചി അതിനുണ്ടാവും. അതൊരു ദിക്റാവില്ല, പകരം അതൊരു സായുജ്യമായിരിക്കും, അതൊരു നിർവൃതിയായിരിക്കും, അത് വല്ലാത്തൊരു ആനന്ദായിരിക്കും. എന്ത് പറയൽ? അല്ലാഹ് എന്ന് പറയൽ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറയും. അത് വല്ലാത്തൊരു സന്തോഷമായിരിക്കും. മഹാനായ ശൈഖ് മുത്തവല്ലി ഷഅറാവി തങ്ങളുടെ ഒരു ബഹ്സിൽ അവർ പറയുന്നുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ഓരോ കവിളിലും നീ ബിസ്മിയും അൽഹംദുലില്ലയും ചൊല്ലി നോക്ക്. എന്നാലോ ആ വെള്ളം നിന്റെ തടിയിൽ ഉണ്ടാകുന്ന കാലത്തോളം പിശാചിനെ കളിക്കാൻ കഴിയൂല. എന്തുകൊണ്ട്? നീ അവിടെ അള്ളാഹുവിനെയാണ് ആശ്രയിച്ചിട്ടുള്ളത്. ബിസ്മിയിൽ കുടിച്ച് അൽഹംദുലില്ലാഹ് അവസാനിക്കല്ല, പിന്നെ ഓരോ ഉരുളക്കും ബിസ്മില്ല, ഓരോ ഉരുള വായിലിട്ടാലോ അതാണ് ഇറങ്ങിയാൽ അൽഹംദുലില്ലാഹ്, അടുത്ത ഉരുളയോ എടുക്കുമ്പോ ബിസ്മില്ല, ആ അത് വായിലിട്ട് ചവച്ചിറക്കിയാലോ അൽഹംദുലില്ലാഹ്, മൂന്നാമത്തെ ഉരുളയോ അപ്പോഴും ബിസ്മില്ല, അത് ചവച്ചിറങ്ങിയാലോ അൽഹംദുലില്ലാഹ്. എങ്കിൽ പിശാചിന് അവിടെ കളിക്കാൻ കഴിയൂല. എന്തുകൊണ്ട്? അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാൾക്കല്ലാതെ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. പണിയാ, എന്നാൽ പണിയല്ല. ആർക്ക്? അള്ളാഹുവിൽ ലയിച്ച ഒരാൾക്ക് അതൊരു പണിയല്ല. അള്ളാഹുവിൽ ലയിച്ചവർക്ക് അതൊരു പണിയല്ല, ലയിക്കാത്തവർക്കോ പണിയാണ്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ ഒരുപാട് വട്ടം ബിസ്മില്ല. ഒരു കവിള് വായിലേക്ക് എത്തുന്നതിന് മുമ്പ് ബിസ്മില്ല. എന്നിട്ട് ആ കവിള് അങ്ങോട്ട് വായിൽ ഇറങ്ങിയാൽ അൽഹംദുലില്ലാഹ്. അവിടുത്തെ അടുത്ത കവിളിന് മുമ്പ് ബിസ്മില്ലണം. ആ കവിൾ ഇറങ്ങിയാൽ അൽഹംദുലില്ലാഹ്. അപ്പോൾ ചുരുങ്ങിയത് ഒരു 3 തവണയെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം. മൂന്നായിട്ടെങ്കിലും കുടിക്കണം. ഹബീബാ റസൂലുള്ളാഹിന്റെ ഇഷ്ടം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലപ്പോൾ 5 ആവും, ചിലപ്പോൾ 7 ആവും, ചിലപ്പോൾ ഏറും. പക്ഷേ നമ്മൾ വിചാരിച്ച അത്ര തിന്നാൻ കഴിയില്ല. തിന്നാൻ അളവ് കുറഞ്ഞു. പക്ഷേ ഒരിക്കലും പിശാചിന് ആ ഭക്ഷണത്തിൽ കയറാൻ കഴിയില്ല. പിശാചിന്റെ രക്തം നിന്റെയും എന്റെയും സിരയിൽ ഉണ്ടാവില്ല. ഇന്നു മുതൽ പരീക്ഷിച്ചു നോക്ക്. പരീക്ഷിച്ചൂടെ? അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലുണ്ടോ ഉറപ്പിക്കും? പരീക്ഷിക്കും ഞാൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. തമാശയല്ലട്ടാ, ഇത് വലിയ കാര്യം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അങ്ങനെ ഒരു കവിള് വെള്ളം കുടിക്കണമെങ്കിൽ ബിസ്മില്ലണം, കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. എങ്ങാനും അറിയാതെ കവിള് കയറിപ്പോയാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്നല്ലണം. എന്തുകൊണ്ട്? അവന്റെ പതിവ് മുടങ്ങിപ്പോയി. അവിടെ മറ്റും കയറും. എന്റെതല്ല, ബഹുമാനപ്പെട്ട മഹാനായ ശൈഖ് മുത്തവല്ലി ഷഅറാവി റഹ്മത്തുള്ളാഹിന്റെ ഒരു ബഹ്സാണ് ഈ പറയുന്നത്. പരീക്ഷക്ക് അള്ളാഹിന്റെ ആളുകൾക്ക് അതൊരു പ്രയാസമല്ല. അവർ ലയിച്ചു പോയിട്ടുണ്ട് അള്ളാഹുവിന്റെ ചിന്തയിൽ. ദുനിയാവ് കയറി വരും, ഖൽഖ് കയറി വന്നാൽ
എത്രത്തോളം ഖൽഖ് കയറിയോ, തടി കയറിയോ അത്രയും ദുനിയാവ് കയറും. അതാണ്. അപ്പോൾ പരിഹാരം എന്താ? ഇഅ്തിസാലുൻ അനിൽ ഖൽഖി, അത്തരം ഖൽഖിൽ നിന്ന് അവൻ വിട്ടുക്കണം. പിന്നെ എന്താ? അടുത്ത പിശാചിന്റെ മദ്ഖല്, പിശാചിൻ നേരിട്ട് കയറും. അതിന്റെ വഴി എന്താ? അതിന്റെ വഴി ശിബാണ്. എന്ത്? വയറ് നിറയാം. വയറ് നിറഞ്ഞാലോ പിശാച് കയറും. ഹലാലായ ഭക്ഷണത്തിൽ തന്നെ വയറ് നിറഞ്ഞാൽ പിശാച് കയറും. ഇപ്പോഴത്തെ ഹലാലും ഹറാമും തിരിച്ചറിയാത്ത ഭക്ഷണത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഹലാലായ ഭക്ഷണം തന്നെ ശിബ വന്നാൽ, വയറ് നിറഞ്ഞാൽ പിശാച് കയറും. അപ്പോൾ ഇന്ന് ഹലാലും ഹറാമും തിരിച്ചറിയാത്ത ഭക്ഷണത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഈ കിതാബുകളൊക്കെ എഴുതി വെക്കുന്നത് ഏത് സമാനില്ല? നിങ്ങൾ ചിന്തിക്കണം. ഏത് സമാനില്ല? ഖാലിസായ ഹലാലായ ഭക്ഷണം സാർവത്രികമായ കാലത്താണ് അവർ വയറ് നിറയലിനെ പറ്റി എഴുതുന്നത്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വയറ് നിറയലിന്റെ ഗൗരവമായ അപകടത്തെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഹലാലായ ഭക്ഷണം മാത്രം ഭക്ഷിക്കുന്ന സ്വഹാബികൾക്ക് മുന്നിലാണ്. അല്ലാതെ എന്തല്ല, ഹറാമോ ഹലാലും നോക്കാതെ തിന്നുന്നവർക്ക് മുന്നിലല്ല മുത്തുനബിയ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഭക്ഷണം ഹലാലാണെങ്കിൽ മാത്രം ഹലാൽ തന്നെ, എന്നാൽ പോലും വയറു നിറയിൽ മദ്ഖലു ശൈത്താനാണ്, പിശാച് കയറിയത്. അപ്പൊ എന്താ പരിഹാരം? അതിന്റെ പരിഹാരം എന്താ? അതിന്റെ പരിഹാരം ഭക്ഷണം തന്നെ. വദവാഉ ഖൽബിൻ ഖംസതുൻ ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ വഖിയാമു ലൈലിൻ വത്തളറു ബിസ്സഹർ വമുജാലസാതു സ്സാലിഹീനൽ ഫുളലാ. 5 വഴികളിലൂടെ ഹൃദയത്തിന്റെ രോഗത്തിന് മരുന്നുണ്ട്. ഹൃദയം നന്നാകാൻ 5 തരം ഔഷധം സേവിച്ചാൽ മതി. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമുൽ മഅബരി റളിയല്ലാഹു അൻഹുവിന്റെ അതിക്കയിൽ നിന്നാണ് ഈ ഉദ്ധരിക്കുന്നത്. ഹൃദയം നന്നാവാൻ 5 തരം ഔഷധമുണ്ട്. ഏതൊക്കെ 5 തരം ഔഷധം? 1 ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ, ആഴത്തിൽ ഇറങ്ങിയിട്ട് ഖുർആനോട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് ഖുർആനോട്. അതായത് ഖുർആൻ ഓടുമ്പോൾ വേറൊന്നും ചിന്തിക്കാതെ എന്തിൽ മാത്രം ചിന്തിക്കുക? ഖുർആനിലാണ് ചിന്തിച്ച് ഖുർആനോട്. അത് കണക്കൂട്ടിക്കൊണ്ട് ഓതല്ല, ആഴത്തിൽ. അത് ഔഷധമാണ്. അത് ഹൃദയത്തിന്റെ മരുന്നാണ്, ഔഷധമാണ്. 2, ഹൃദയം നന്നാകാനുള്ള മരുന്ന് എത്രയാ? ഔഷധം എത്രയാ? 5. ഒന്നാമത്തേത് ആഴത്തിലിറങ്ങിയ ഖുർആൻ. അത് 2 വലിൽ ബത്നിൽ ഖലാ, വയറ് പരമാവധി കാലിയാക്കുക. വലിൽ ബത്നിൽ ഖലാ, വലിൽ ബത്നിൽ ഖലാ, വയറ് പരമാവധി കാലിയാക്കുക. ഇന്ത്യയുടെ ആത്മീയ സദസ്സുകൾ നിയന്ത്രിക്കുന്ന ആളാരാ? സുൽത്താനുൽ ഹിന്ദ് ഖാജ. ഖാജയുടെ ഉസ്താദിന് കിട്ടിയപ്പോൾ 20 കൊല്ലമാണ് പട്ടിണി കിടത്തിയത്. 20 കൊല്ലം പട്ടിണി എന്ന് പറഞ്ഞാൽ പട്ടിണി തന്നെ, കഷ്ടപ്പാടും പട്ടിണിയും. 20 കൊല്ലം. 20 കൊല്ലം കഴിഞ്ഞ് ഉസ്താദ് ശിഷ്യനെയും കുട്ടി റൗളയിലേക്ക് പോയപ്പോൾ റൗളത്തു ശരീഫയിൽ നിന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറഞ്ഞേ, നിന്നിലും നിന്റെ തിൽമീദിലും ഞാൻ പൊരുത്തപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിന്റെ തിൽമീദി ഇന്ത്യയിലേക്ക് പോയിക്കോട്ടെ, അവിടെയാണ് ദഅവത്ത് ചെയ്യേണ്ടത്. മുഹമ്മദ് മുസ്തഫ ഹബീബായ റസൂലുള്ള വഫാത്തായി 400 ചില്ലാനും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഈ സംഭവം ഉണ്ടാവും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞ് 400 ചില്ലാനും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ സംഭവം. അങ്ങനെയാണ് ഖാജ ഇവിടെ വരുന്നത്. ഖാജ വരാനുള്ള കാരണം എന്താ? ബി അംരിൻ നബിയിൽ മുസ്തഫ, ഹബീബായ റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ്. തികഞ്ഞ ദാഇയാണ്, പ്രബോധനത്തിന് പറ്റുന്ന ദാഇയാണ്. ഉസ്മാനുൽ ഹറൂനിയോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് വിളിച്ചു പറഞ്ഞതാണ് റസൂലുള്ളാഹി. അങ്ങനെ അയച്ചതാണ് ആരെ? മഹാനായ ഖാജയെ. എന്തെയ്യുന്നു? 20 കൊല്ലം പണി, കഠിനാധ്വാനം. വയറിറക്കൂല, ഇറക്കാൻ സമ്മതിക്കൂല, ഉറക്കൊഴിവാക്കിക്കും. അപ്പോൾ പിശാചിന്റെ 4 വഴികൾ: 1 ദുനിയാവ്, 2 ദുനിയാവിന് എന്താ പറയാ? ദുനിയാവ് ചേരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ദുനിയാവിന്റെ അഹലുകാരുമായുള്ള ബന്ധം ഒഴിവാക്കുക. മനുഷ്യരുമായി എന്ന് പറയരുത്. ദുനിയാവിന്റെ എല്ലാ മനുഷ്യന്മാരും ദുനിയാവിന്റെ ആളുകളല്ല. ദുനിയാവിന്റെ അഹലുകാര്, അത് കുപ്പായം കൊണ്ടും തൊപ്പി കൊണ്ടും തിരിച്ചറിയില്ല. ഞാവുമാണല്ലോ പറയാ. ദുനിയാവിന്റെ അഹലുകാര് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന തലീക്കെട്ടാരൊപ്പം കൂടാം. ചിലപ്പോൾ തലീക്കെട്ടുകാർ തലീക്കെട്ടുന്നത് ദുനിയാവിന് വേണ്ടിയായിരിക്കും. തലീക്കെട്ട് തെറ്റാണോ? തെറ്റല്ല, വലിയ സുന്നത്താണ്, കൂലിട്ടും. പക്ഷേ മൂല്യര് മാത്രമല്ല തലയെക്കെട്ട കള്ളനും കിട്ടും. ദീനിന്റെ ആളുകൾ മാത്രമല്ല തലയെക്കെട്ട, ദുനിയാവിന്റെ ആളുകൾ തലയെക്കെട്ടി ദീനിന്റെ ആളായി നടക്കും.
അതിൽ വഞ്ചിതനാവണ്ട. അതിനൊക്കെ എന്ത് വേണം? തിരിച്ചറിവ് വേണം. റബ്ബിനോട് സദാസമയം ദുആ ചെയ്യണം. തിരിച്ചറിവ് വേണം. തിരിച്ചറിവ് നൽകേണ്ടത് റബ്ബാണ്. റബ്ബ് തിരിച്ചറിവാണ് നൽകിയാൽ അങ്ങനെയുണ്ടല്ലോ തിരിച്ചറിവ്. സൈറഫിയുടെ കയ്യില് ലോഹണ് കൊടുത്താൽ മുക്കാണോ സ്വർണ്ണാണോ എന്ന് പറയും. അത് കറാമത്തല്ല, അറിവാണ്. ലോഹം നോക്കാൻ കഴിയുന്ന ഒരാളെ കയ്യില് ഗോൾഡ് സ്മിത്ത് എന്നൊക്കെ പറയും. അവരെ കയ്യിൽ എന്ത് ചെയ്ത് ലോഹം കൊടുത്താൽ, ഒരു മഞ്ഞ ലോഹം കൊടുത്താൽ ഒന്നിങ്ങനെ നോക്കും. നോക്കിയിട്ട് അവരെന്ത് പറയും? അവർ വരച്ച് നോക്കേണ്ട ആവശ്യമില്ല, ഒറ്റ നോട്ടത്തിൽ പറയും എന്ത് ആണ് എന്തല്ല. സ്വർണ്ണാണ് അല്ലെങ്കിൽ സ്വർണ്ണല്ല. മഹാനായ ഹദീസിന്റെ വലിയ തൗക്ക് കിട്ടിയ മഹാന്മാരുണ്ടായിരുന്നു ഒരു കാലത്ത്. അതിൽപ്പെട്ട ആളാണ് യഹ്യ ഇബ്നു സഈദ് അൽ-ഖത്താൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ബിൻ മഹ്ദി റളിയല്ലാഹു അൻഹു. അവരൊക്കെ ഹദീസിന്റെ സനദ് പോലും അവർക്ക് നോക്കണ്ട. ഒരു ഹദീസ് നാവിലൂടെ അങ്ങനെ രണ്ടു വട്ടം പറഞ്ഞാൽ അവർ പറയും ലാ മാ ഖാലഹാ, ഇത് മുത്തനബി പറയാത്ത വാക്കാണ്. അല്ലെങ്കിൽ പറയും ഖാലഹാ, ഇത് മുത്തനബി പറഞ്ഞ വാക്കാണ്. സനദൊന്നും നോക്കണ്ട. അത്രയും വലിയ ബന്ധം അവരെ നാവും ഹബീബായ റസൂലുള്ളാഹിയുടെ ഹദീസും തമ്മിൽ ഉണ്ട്. അത് ഏത് വഴിയും അങ്ങനെ തന്നെയാണ്. ഏത് ഡിപ്പാർട്ട്മെന്റിൽപ്പെട്ടവർക്കും ആ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് രസമായി മാറും. അപ്പോൾ ദുനിയാവിന്റെ അഹ്ലുകാരെ, നമ്മൾ അള്ളാന്റെ ആളാണെങ്കിൽ ദുനിയാവിന്റെ അഹ്ലുകാരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. കണ്ണിയത്തിന്റെ അടുത്ത് പഠിക്കാൻ വന്നു ചേകനൂരും. ദർസിലോടുന്ന കാലത്ത് മേമുണ്ടക്കാരൻ കുഞ്ഞബ്ദുള്ള മുസ്ലിയാരോട് പറഞ്ഞ്, കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ ചേകനൂരിനോട് വലിയ ലോക്യം കൂടി. അങ്ങനെ ലോക്യം കൂടിയപ്പോൾ ഒറ്റക്ക് വിളിച്ച് പറഞ്ഞേ, കണ്ണിയത്ത് പറഞ്ഞ്, എന്ത് അബ്ദുൽ മുസ്ലിയാരെ, നിങ്ങള് അവനോട് വല്ലാതെ ലോക്യം കൂടണ്ട, അതിൽ ഖൈറില്ല. അന്ന് ചേകനൂരിന് 5 വഖത്ത് പൂർത്തിയായിട്ടുണ്ട്. ചേകനൂർ വലിയ സൂഫിയായി നടക്കുന്ന കാലമാണ്. ഒരു കുഴപ്പമില്ല, ചേകനൂരിന് വലിയ ആളായി നടക്കുന്ന കാലമാണ് ചേകനൂര്. അന്നാ പറയുന്നത്. ഇതെങ്ങനെ മനസ്സിലായി? അത് കണ്ണിയത്തിന്റെ അറിവാണ്, തിരിച്ചറിവാണ്. മനസ്സിലായോ പറഞ്ഞത്? ഇങ്ങനെ അപ്പൊ ദുനിയാവിന്റെ ആളുകളെ തിരിച്ചറിയണം, എന്നിട്ട് ഒഴിവാക്കുക. പിന്നെയോ വലിൽ ബത്നിൽ ഖലാ, വയറ് പരമാവധി കാലിയാക്കുക. വയറ് നിറച്ചങ്ങ് നടന്നാൽ പിശാച് കയറിക്കൂടും. ഹലാലായ മുതലാണെങ്കിൽ പോലും. ഇന്നത്തെ അവസ്ഥ പറയും വേണ്ട. ഒരു കല്യാണമോ സൽക്കാരോ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു സുഖമില്ല. തപ്പാ നമ്മളെ അവസ്ഥ. എന്നും കല്യാണം, എന്നും സൽക്കാരം. കല്യാണോ സൽക്കാരം കിട്ടിയിട്ടില്ലെങ്കിലോ ഒരു സുഖമില്ല. ഒന്ന് ദുനിയാവ് കയറുക, ദുനിയാവിന്റെ അഹ്ലുകാരിലൂടെ കയറും. 2 പിശാച് വയറ് നിറഞ്ഞാൽ കയറും. പിന്നെ മൂന്നാമത്തത് ഹവാ. മൂന്നാമത്തത് ഹവാ. നാലാമത്തത് നഫ്സ്. ഹവ കയറി വരും. ഹവയിലൂടെ പിശാച് കയറി വരും. ഹവയുടെ കാരണം എന്താ? ഒരു മനുഷ്യന്റെ ഹവ വളരണമെങ്കിൽ, ഹവ എങ്ങനെ വളരുക? ഹവ വളരുക കസ്റത്തുൽ കലാമാണ്. വർത്താനം അങ്ങനെ പറയണം എപ്പോഴും. ഹവ കയറി വരും. അവൻ ഹവയുടെ അടിമയായിരിക്കും. ഹവയുടെ അടിമയല്ലാതെ സംസാരം കൂട്ടൂല. ദിക്റിലോ സ്വലാത്തിലോ തസ്ബീഹിലോ വ്യാപൃതരാകൽ എന്തിൽ പെടൂല? സംസാരത്തിൽ പെടൂല. ടീച്ചിങ്ങിൽ ഏർപ്പെട്ട ഒരു ഉസ്താദ് രാവും പകലും അദ്ദേഹത്തിന് ടീച്ചിങ് ആണ്. അത് എന്തിൽ പെടൂല? കലാമിൽ പെടൂല. അതല്ല കലാമ്. ദുന്യാവിന്റെ വർത്താനം അങ്ങനെ പറയന്നെ അറിയണം. ഉണ്ടെങ്കിൽ ഒരു രസമാണ്. നമുക്കൊന്ന് അജ്മീർ പോകണം, മറ്റേ കുഞ്ഞാമീനെ കിട്ടണം, എന്തേ ഉണ്ടെങ്കിൽ രസമാണ്. ഉണ്ടെങ്കിൽ നേരെ പോകണം. അറിയാം എവിടേക്കാ പോണത്? തീരെ മിണ്ടാത്ത ആളടുത്തേക്ക് പോണത്. നമുക്കൊന്ന് നാവൂർ പോകണം. അത് നമ്മൾ അവറാനെ കിട്ടണം. എന്തേ ഉണ്ടെങ്കിൽ നേരെ പോണത് അറിയില്ല. എവിടേക്കാ അങ്ങനെ പറഞ്ഞോണ്ടേന്ന്. എവിടേക്കാ പോണം? നാവൂർക്ക്. നാവൂരിൽ ആരാ ഇറങ്ങണത്? നാവൂർ തീരെ മിണ്ടാത്ത മനുഷ്യൻ. അയാളെടുക്ക പോണത് ആരെയും കൊണ്ട്? അവറാനും കൊണ്ട്. അവറാൻ പഞ്ചായത്ത് റെഡിയാ തുറന്ന പിന്നെ പൂട്ടൂല. വർത്താനം അധികരിച്ചാൽ ഹവ കൂടും. അതൊക്കെ നിർത്തണം. ആ സമയത്ത് സ്വലാത്തില്ല. എന്നാ അവനാന്റെ കാര്യങ്ങളൊന്നും നടക്കാതിരിക്കും വേണ്ട. 1000 സ്വലാത്തുൽ ഫാത്തിഹ ദിവസം ചെല്ലണം എന്ന് നിയത്തി. ഒരു 2000 ഫാത്തിഹ ദിവസം ഓതാൻ നിയത്തി. നിന്റെ കതറനുസരിച്ച് എങ്കിൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. നാവുമ്മ പണി അങ്ങനെ നടക്കുകയും ചെയ്യും. നാം മുണ്ടാതിരിക്കൊന്നുമില്ല. കുടുംബവും കൂട്ടും ഒക്കെ ഉണ്ടാവും. 2 ഉപകാരം ഉണ്ടായില്ല. ഒന്ന്, അവനാൻ്റെ കാര്യമുള്ള വർത്തമാനങ്ങളൊക്കെ നടക്കും. ആവശ്യമില്ലാതെ ഫോണും തൊടൂല. കാരണം ഫോണും തൊട്ടത് നടക്കൂല. അതിന് വേണമെങ്കിൽ സമയം നിശ്ചയിക്കും. അത്യാവശ്യം കോൾ അറ്റൻഡ് ചെയ്യും. അത് ആവശ്യമില്ലാത്ത കട്ട് ചെയ്യും. വർത്തമാനമല്ല. ഫോൺ എപ്പോഴും എടുക്കൂല. പിന്നെ അത്തരം സമയങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൺ തന്നെ ഒരു ദേഷ്യം. എന്നാൽ പിന്നെ ആവശ്യത്തിന് നമ്മൾ ചെയ്യും വേണം. അത് നമ്മളെ കയ്യിലുണ്ടാവും. നന്മ കൂടൂല. അള്ളാഹു തൗഫീഖ് തരട്ടെ.
1000 സ്വലാത്തുൽ ഫാത്തിഹ ദിവസം ചൊല്ലി, 10,000-2000 ഫാത്തിഹ ദിവസം ഓട്. ഒന്ന് ഓട്, എന്റെ ഖദറനുസരിച്ച്, ഒരാളുടെ ഖദറനുസരിച്ച് ഓട്. എന്നാൽ പണിയായി, നാവുമ്മ പണിയായി, അത് നാവിന്റെ ലദ്ദത്തായി, രസവുമായി. എന്നാലോ കൂട്ടുണ്ട്, കുടുംബുണ്ട്, എല്ലാം ഉണ്ട്, ചങ്ങാതി ഒക്കെ ഉണ്ട്. ആവശ്യത്തിന് ഒരാവശ്യം കഴിഞ്ഞാലോ പിന്നെ ഇല്ല. ഒരു കല്യാണത്തിന് പോയി, അവിടെ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെ കണ്ടു, വർത്താനം പറഞ്ഞു. ഇനി അവിടുന്ന് പെട്ടെന്ന് പോരാൻ കഴിയൂല എങ്കിലും ഓൻ അവിടുന്ന് മാറി. എവിടെ? ഓൻ അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. ഓന്റെ നാവുമ്മ പണി നടക്കുന്നുണ്ട്. ജനങ്ങളെ കാണിക്കാനല്ല, അവന്റെ ഉള്ളിൽ പണി നടക്കണം. അപ്പോൾ ഖൽഖിനോട് ഇടപെടലൊക്കെ ഒരു വിഷമമായി മാറും. കലാമ് അധികരിച്ചാൽ ഒരു മനുഷ്യന്റെ വർത്തമാനം കൂടിയാൽ ദോഷം കൂടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അവയെ വളർത്തുന്ന അവയെ വളർത്തുന്ന കാര്യമാണ് എന്ത്? കസറത്തുൽ കലാം. മുത്ത് മുഹമ്മദ് മുസ്തഫ കാന ഖലീലുൽ കലാം, വളരെ കുറഞ്ഞ വർത്താനം പറയുവാര് ഹബീബായ റസൂലുള്ളാഹ്. കുറഞ്ഞ വർത്താനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലക്ഷക്കണക്കിന് സ്വഹാബികളെ നിയന്ത്രിച്ച മനുഷ്യൻ കുറഞ്ഞ വർത്താനേ പറയുള്ളൂ. പിന്നെ നമ്മളെ അവസ്ഥ എന്താ? എന്തിനാ എന്ന് പറയുന്നത്? ബാക്കി നബിക്ക് അള്ളയുമായി ബന്ധപ്പെട്ട പണിയുണ്ട്. രാവും പകലും തദബ്ബുറിലാണ്, അള്ളാഹുവിന്റെ കാര്യത്തിൽ ചിന്തയിലും ദിക്റിലുമാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ. കാന ഖലീലുൽ കലാം. മനുഷ്യന്മാരോട് വർത്താനം പറയുകയാണെങ്കിൽ വളരെ അത് കുറവായിരിക്കും. എന്നിട്ട് ഒന്നും പറയാതിരുന്നിട്ടില്ല. പറയേണ്ട എന്തെങ്കിലും പറയാതെ പോയിട്ടുണ്ടോ? അള്ളാഹിന്റെ ഹബീബ് ഇവിടെ പറയേണ്ട എന്തെങ്കിലും പറയാതെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ ഇസ്ലാം നീ ഓർത്തു പോയിട്ടുണ്ടോ? നിഷ്പക്ഷമായി പറ. ഈ ലോകത്ത് പറയേണ്ട ഒരു കാര്യം ഹബീബ് പറയാതെ പോയിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പകലും വർത്താനം. 4 കാര്യങ്ങളാണ് പിശാച് കയറി വരുന്ന വഴി. 1 ദുനിയാവ്, 2 ശൈത്താൻ നേരിട്ട്, 3 ഹവാ. ഹവ വലുതായി അവൽ പഠിച്ചോനാവും. മനുഷ്യൻ ഒരു പുതിയ ദൈവത്തെ ഉണ്ടാക്കി. ആരാണ് ദൈവം? ഹവ. അവന്റെ ഹവ കൽപ്പിച്ചാൽ അവൻ ചെയ്യും, അവ കൽപ്പിച്ചിട്ടില്ലെങ്കിൽ ചെയ്യൂല. അവ കൽപ്പിച്ചാൽ ചെയ്യും, അവ കൽപ്പിക്കണം. ഉണ്ടാക്കും, ഒന്നെ നാടകം ഉണ്ടാക്കും, മജ്‌ലിസുന്നൂറുണ്ടാക്കും, ഒന്നെ ഗാനമേള ഉണ്ടാക്കും. എന്റെ മജ്‌ലിസുന്നൂറുണ്ടാക്കിയത് അപ്പോഴത്തെ ഹവ, ഗാനമേള ഉണ്ടാക്കിയത് അപ്പോഴത്തെ ഹവ, സമൂഹ നോമ്പ് ഉണ്ടാക്കിയത് അപ്പോഴത്തെ ഹവ, പെരുന്നാളിന് ഗാനമേള ഉണ്ടാക്കിയത് അന്നത്തെ ഹവ, മജ്‌ലിസുന്നൂറിൽ വന്നതിന് അന്നത്തെ ഹവ, പിറ്റേന്ന് നാടകത്തിന് പോയതിന്റെ അന്നത്തെ ഹവ. ദിക്റുണ്ടെങ്കിൽ അതിനും വരും, പൂരുണ്ടെങ്കിൽ അതിനും വരും. എവിടെയും ആളുണ്ടാവും, എവിടെ അവനുണ്ടാവും, അല്ലെങ്കിൽ അവളുണ്ടാവും. അങ്ങനത്തെ അവനുമാരും അങ്ങനത്തെ അവളുമാരും നമ്മളെ നാട്ടിലില്ലേ? അങ്ങനത്തെ അവനുമാരും അവളുമാരും എന്താണ് അവരെ ഭരിക്കുന്നത്? അവരെ ഭരിക്കുന്നത് എന്താ? ഹവ. ഈ ഹവ എവിടുന്ന് കിട്ടിയവർക്ക് കസറത്തുൽ കലാം. അവയോട് വളരും കസറത്തുൽ കലാം ഉണ്ടായത്. വർത്താനം നിയന്ത്രിക്കണം, ആവശ്യത്തെ സംസാരിക്കുക. നോക്കി നിങ്ങള്, തടിയില് ഏറ്റവും വലിയ അപകടകാരിയായതുകൊണ്ടാണ് നാവിനെ പൂട്ടിയത്. തടിച്ച 2 ചുണ്ടുകള്, പിന്നെ ബലിഷ്ഠമായ പല്ല്, അതിൻ്റെയും ഉള്ളിലാണ് ആര് അത്യാവശ്യത്തിനെ പുറത്തെടുക്കൂ. ആവശ്യത്തിനും ആവശ്യമില്ലാതെയും നാവ് പുറത്തു വരുന്ന ഒരൊറ്റ ജീവിയാണുള്ളത്. ഏത്? നായ. അത് മുഹല്ലമായ നജസ്സുമാണ്. മനുഷ്യനോ അത് പൂട്ടും. അപ്പോൾ എന്തിനു വർത്താനം പറയാ? എപ്പോഴും വർത്താനം, പീടി പറഞ്ഞ വർത്താനം, പീടി അടച്ച വർത്താനം, ആളെ കണ്ട വർത്താനം, യോഗത്തിന് പോയ വർത്താനം, പള്ളി പോയ വർത്താനം, ജുമഅക്ക് പോയ വർത്താനം, അങ്ങനെ നടക്കും. വർത്താനം അങ്ങനെ നടക്കും. ദിക്റിന്റെ സദസ്സിൽ വർത്തമാനം, മരിച്ചാൽ വർത്തമാനം, മരിച്ചോടത്ത് വർത്തമാനം. ആക്സിഡന്റിൽ ചെറുപ്പക്കാരൻ 25 വയസ്സായ 70 വയസ്സായ ചെറുപ്പക്കാരൻ മരിച്ച് ജനങ്ങളൊക്കെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും അവന് വർത്താനം പറയണം, അല്ലെങ്കിൽ അവൾക്ക് വർത്താനം പറയണം. എന്തുകൊണ്ട്? അവ അത്രയേറെ കയറി പിശാചിനെ കോണി വെച്ച് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ 3നെയും പൂട്ടാനുള്ള പറഞ്ഞു. ഇനി 4-മത്തേലേക്ക് കയറി വരാം. 3ന് പൂട്ടാനുള്ള വഴി പറഞ്ഞുതരാം, പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നുണ്ട് ദുനിയാവ് പൂട്ടാനുള്ള വഴി എന്താ? സൃഷ്ടികളിൽ നിന്ന്, ദുനിയാവിന്റെ അഹ്ലുകാരിൽ നിന്ന് മാറി നിൽക്കുക. മനസ്സിലായില്ലേ പറഞ്ഞത്? 2 എന്താ? ശൈത്താൻ നേരിട്ട് കയറുന്ന തടയാനുള്ള വഴി എന്താ? വയറ് കാലിയാക്കുക പരമാവധി.
മൂന്നാമത്തത് ഹവ കയറി വരുന്ന വഴി, ഹവയിലൂടെ പിശാച് കയറി വരുന്ന വഴി എന്താ? കസറത്തുൽ കലാമ്, പൂട്ടാനുള്ള വഴി എന്താ? സ്വമത്ത്, മിണ്ടാതിരിക്കുക. ഹബീബായ റസൂലുള്ളാഹി കാന ഖലീലൽ കലാമി കഅന്നമാ ഫീ വജ്ഹിൽ ഹുസ്നു. എന്തോ ഒരു ദുഃഖത്തിലിരിക്കാണെന്ന് തോന്നിപ്പോകും പലപ്പോഴും. അള്ളാഹുവിന്റെ കാര്യം ആലോചിച്ച് ബേജാറിൽ അള്ളാഹുമായുള്ള തന്റെ ബന്ധത്തെ ഓർത്തിരിക്കാണ് ഹബീബായ റസൂലുള്ളാഹി. അതിനർത്ഥം ചിരില്ല എന്നല്ല, എപ്പോഴും ചിരി, എപ്പോഴും പൊട്ടിച്ചിരി, എപ്പോഴും വർത്തമാനം, ഇതില്ല. പൊട്ടിച്ചിരി ഹബീബിന് തീരല്ല. ചിരി എന്നാൽ പുഞ്ചിരിയാണ്. ആരുടെ? ഹബീബായ റസൂലുള്ളാഹിയുടെ ചിരി എന്നാൽ പുഞ്ചിരിയാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ മൂന്നെണ്ണത്തിനെയും പൂട്ടാനുള്ള വഴി പറഞ്ഞു. ഒന്ന്, ദുനിയാവിന്റെ അഹങ്കാരത്തിൽ നിന്ന് മാറി നിൽക്കുക. രണ്ട്, വിശപ്പ് കൂട്ടുക, വയറ് പരമാവധി കുറച്ചിടുക. മൂന്നാമത്തെ ഹവ നിയന്ത്രിക്കാനുള്ള വഴി എന്താ? പരമാവധി സംസാരിക്കാതിരിക്കുക, പറഞ്ഞ വർത്തമാനം. ബാക്കി പണിയുണ്ട്, ബാക്കി പണി. അപ്പോൾ തന്നെ ആളൊന്നും മാറും. സാധാരണ അങ്ങാടിയിൽ ഇരിക്കുന്ന ഒരാള് ജമാഅത്തിന് പോയി തുടങ്ങിയാൽ ആള് മാറും. അങ്ങാടിയിൽ നിന്നാൽ എപ്പോഴും വർത്താനം വരേണ്ടി വരും. ജമാഅത്തിന് എന്നാൽ ആള് കുറച്ച് മാറി. അതിനിടക്ക് ആ പള്ളിയിൽ ബോധമുള്ള ഒരു നല്ല ഉസ്താദും കൂടി ഉണ്ടായാൽ മതി. പള്ളിയിൽ നിന്ന് വർത്താനം പറയുന്നതിന്റെ ഗൗരവം ഇടയ്ക്കിടെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ അത് ശീലല്ലാതെയാവും. 5 വഖത്തും അതുമായി ബന്ധപ്പെട്ട സമയങ്ങളും ഉണ്ടായിരിക്കും. പിന്നെ അവനാള് മാറും. ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ പഴയ ചങ്ങാതിമാരൊക്കെ വിട്ടു. എന്തുകൊണ്ട്? ഇനി അവർ ഉദ്ദേശിച്ച കോലത്തിൽ അവനെ തിരിക്കാൻ കഴിയില്ല, അവ വിട്ടു. നമ്മൾ വർത്തമാനം, നമ്മൾ 5 വഖത്ത് നിസ്കാരം അത് കൃത്യമായി ജമാഅത്തിനായി തുടങ്ങിയാൽ തന്നെ ചേഞ്ചാവും. അപ്പൊ ആളും ചേഞ്ചാവും, ചങ്ങാതിയും ചേഞ്ചാവും. നീ സുബഹിക്ക് പള്ളിയിൽ ജമാഅത്തിന് വരണമെങ്കിൽ ഇശാ നിസ്കാരം ഞാൻ വേഗം പോകണം. മനസ്സിലായി പറഞ്ഞത്? പാതിരാത്രി 10 മണി, ഒരാൾ 10 മണി ഫോൺ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ 10:30 ഫോൺ എടുത്തില്ല. എന്തുകൊണ്ട്? ഞാൻ നിനക്ക് 10 മണിക്ക് ഫോൺ ചെയ്യാം എന്നൊരാൾ പറഞ്ഞു. 10:30 ഫോൺ ചെയ്ത്, അപ്പോൾ ഫോൺ എടുത്തില്ല. കണ്ടു ഫോണ്, പക്ഷെ എടുത്തില്ല. എന്തുകൊണ്ട്? ഇനി ആ ഫോൺ നീണ്ടാൽ ഉറക്കൊഴിവായാൽ സുബൈനാശാവും. മര്യാദക്കാരനാണെങ്കിൽ മെസ്സേജ് അയക്കാം, ഞാൻ ഫോണ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞു, ഇനി നമുക്ക് നാളെ സംസാരിക്കാം അത്യാവശ്യമാണെങ്കിൽ. അതിന് കിട്ടിയാൽ കിട്ടിയാൽ മതി. ഏതാണ് നാലാമത്തെ പിശാചിന്റെ നാലാമത്തെ മദ്ഖൽ? അന്നഫ്സു. നഫ്സ് തന്നെ, നമ്മുടെ ഉള്ളിലെ ഞാൻ എന്ന നഫ്സ്. വമാ ഉബരിഉ നഫ്സി. നഫ്സ് അപകടകാരിയാണെന്ന് ഖുർആൻ. വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസൂ. ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള നഫ്സിനെ ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ ചീത്തയാക്കാൻ അത് തന്നെ മതി. ഖുർആൻ അല്ലേ? അങ്ങനെയല്ലേ? വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സ ലഅമ്മാറത്തുൻ ബിസൂ. എപ്പോഴും തേച്ച് മിനുക്കണം, നഫ്സിനെ നന്നാക്കണം, നഫ്സിനെ തട്ടിയടിക്കണം. എന്തെങ്കിലും തട്ടിയടിച്ചാൽ പോരാ, എന്നും തട്ടിയടിക്കണം. അപകടകാലത്ത് പ്രത്യേകിച്ചും. പഴയ കാലത്തൊക്കെ നമ്മൾ ആശുപത്രിയിൽ കഴിഞ്ഞ 10-12 മാസം മുമ്പ് വരെ നമ്മൾ ആശുപത്രിയിൽ ദിവസം രാവിലെയും വൈകുന്നേരവും തുടക്കും. ഇപ്പോഴോ? ഞാൻ ഇന്നലെ ജില്ലാ ആശുപത്രി പോയിരുന്നു. അവിടെ 2 ആൾക്ക് പണി തന്നെ എന്താണ്? തട്ടിയടിക്കുക, തുടക്കുക, വേറെ പണിയില്ല, ഓരോ ഫ്ലോറിലും. എന്തുകൊണ്ട്? അപകടകാലമാകുമ്പോൾ ശുദ്ധീകരിക്കുന്ന പണി എപ്പോഴും ചെയ്യണം. ആ കൊറോണ കാലമാണ് നഫ്സിന് ഖിയാമത്ത് നാള്. ഖിയാമത്ത് നാളെന്നാൽ നഫ്സിന്റെ കൊറോണയാണ്, വലിയ വൈറസാണ് എല്ലായിടത്തും. അപ്പോൾ എപ്പോഴും ശുദ്ധീകരിക്കാൻ നടക്കണം. ഇല്ലെങ്കിൽ നമ്മളെ നഫ്സ് എന്ന നിലയിൽ ചീത്തയാക്കാൻ നഫ്സ് തന്നെ മതി, പുറത്തുനിന്ന് ഒരാൾ വേണ്ട. ചില ആളുകൾ പറയും റമളാൻ മാസത്തില് ശൈത്താനെ കെട്ടിടുന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്കൊരു എന്ത് കാര്യത്തിനും ഒരു റായത്ത് കിട്ടുന്നില്ലല്ലോ ഉസ്താദ്. എടാ, നിനക്ക് എങ്ങനെ കിട്ടാ? ശൈത്താനെ കെട്ടിടുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, നിന്നെ കെട്ടിടുന്ന് പറഞ്ഞിട്ടുണ്ടോ? ജന്നല്ലട വലിയ ശൈത്താൻ. റമളാൻ മാസത്തിൽ ആരെ കെട്ട? ശൈത്താനെ കെട്ടും. നിന്നെ കെട്ടുമോ? നിന്നെ കിട്ടൂലല്ലോ. ശൈത്താനെ കിട്ടും, നിന്നെ കിട്ടൂലല്ലോ. യോ വന്നപ്സു കത്ത്ഫിലീൻ തുമിൽഹു ശബാല ബിർറളഇ വഇൻ തുഫ്തിമുഹു യംഫാതിമി മൗല യാ സല്ലി വസൽ മൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. എല്ലാ ദുശ്ശീലങ്ങളും ഉള്ളതാണ് നഫ്സ്. മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, പിന്നെയും വിശദീകരിക്കാം. എല്ലാ ദുശ്ശീലവും അതിനായിട്ട് ഒതുക്കണം.
നഫ്സിനെ ശുദ്ധീകരിക്കണം. നഫ്സിനെ ശുദ്ധീകരിക്കണമെങ്കിലോ നഫ്സിനെ ശുദ്ധീകരിക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗം എന്താ അറിയോ? എന്നാൽ വമുജാലസാതു സ്വാലിഹീനൽ ഫുളലാ, വമുജാലസാതു സ്വാലിഹീനൽ ഫുളലാ, ശ്രേഷ്ഠന്മാരായ സ്വാലിഹീങ്ങളോട് സഹവസിക്കുക. അവരിൽ നിന്ന് പഠിക്കാവുന്ന വിധത്തിൽ പാഞ്ഞു പോന്നാ പോരാ. മനസ്സിലായില്ലേ? ചില മഹാന്മാരുണ്ട്, അവരെ കൂടെ ഒരു ദിവസം നിന്നാൽ അതിന്റെ ഒരു ഫضل നമ്മളെ ശരീരത്തിന് കിട്ടും, ഒരുപാട് ദോഷങ്ങൾ വരും, ഒഴിവാകും. എന്റെ ഉസ്താദ് കാപ്പിൽ ഉമർ മുസ്ലിയാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, 100 കിതാബ് പഠിക്കുന്നതിനേക്കാൾ നല്ലത് കണ്ണിയത്തിന്റെ കൂടെ 3 ദിവസം കഴിയലാണ്. 100 കിതാബ് മനപ്പാടമാക്കുന്നതിനേക്കാൾ നല്ലത് കണ്ണിയത്തിന്റെ കൂടെ 3 ദിവസം കൂടിയാൽ മതി. 100 കിതാബ് മനപ്പാടമാക്കിയാൽ ഇരിക്കും നിനക്കും കിബറുണ്ടാവും. ഞാൻ വലിയ അറിവാളനാണ്, കിബറല്ലാതെ പലപ്പോഴും അത്തരം വിവരത്തൊന്നും കൂടൂല. നഫ്സ് അഹങ്കാരത്തിൽ വളരും. ഇനി അവിടെ ശരിയാക്കാൻ എന്താ മാർഗം? ശ്രേഷ്ഠന്മാരായ സ്വാലിഹീങ്ങളോട് അങ്ങോട്ടും ഇങ്ങോട്ട് പോവുക, അവരെങ്ങോട്ട് കൊണ്ടുവരിക, അവരടുത്തേക്ക് അങ്ങോട്ട് പോവുക. സ്വാലിഹീങ്ങൾ ശ്രേഷ്ഠന്മാർ, നോട്ടീസിലെഴുതിയ ശ്രേഷ്ഠനല്ല, ശ്രേഷ്ഠൻ. ചില ആള് നമുക്കത് മുതലാവും. എന്റെ ഗുരുനാഥൻ മൂസ അബ്ദുള്ള ഹുസൈൻ ഒരിക്കൽ അബുദാബിയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ ഒരു ദിവസം കാണാൻ വേണ്ടി മാത്രം ഞാൻ അബുദാബിയിൽ പോയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു വല്ലാത്തൊരു സമയമാണ്. പൈസ ഉണ്ടായിട്ടൊന്നുമല്ല, ഒരു ദിവസം ഒരു സ്വാലിഹിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ, നമ്മുടെ സ്വാലിഹ് ഇല്ലാത്തതുകൊണ്ടാണെന്ന്, ഇവിടെ സ്വാലിഹുണ്ട്, സ്വാലിഹിന്റെ കൂടെ അദ്ദേഹത്തിന്റെ കൂടെ ഒരു ദിവസം നിന്നാൽ എനിക്ക് വലിയ ചേഞ്ച് ഉണ്ടാവുമെന്ന് തോന്നി. ചേഞ്ച് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം ഒരു മഹാന്റെ കൂടെ നിൽക്കാൻ വേണ്ടി ഞാൻ അബുദാബിയിൽ പോയിട്ടുണ്ട്. ഒരു വലിപ്പത്തരം പറയല്ല, നമ്മളെ ചെറുപ്പത്തരം പറയാണ്. ചിലപ്പോൾ ചില മഹാന്മാരിൽ നമുക്ക് വല്ലാത്ത അറിവ് കിട്ടും. അതെന്താന്ന് കിതാബൊന്നും അല്ല, അവരെ കൂടെ അങ്ങനെ ഇരുന്നാൽ മതി, കൊല്ലാതെ തുറന്നു കിട്ടും. അപ്പോൾ എന്താണ് ചെയ്യാ? വളരെ ചിന്തിക്കണം. നഫ്സ് മനുഷ്യനെ നശിപ്പിക്കും. നഫ്സിനെ നന്നാക്കിയെടുക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്താ ഫാത്തിഹ പറഞ്ഞത്? ഫാത്തിഹ പറഞ്ഞ എന്താ? ഫാത്തിഹ എനിക്ക് ഹിദായത്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ അബ്ദിന് അല്ലാഹു വഴി തുറന്നു കൊടുത്തു. എന്താണ്? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹു നിഅമത്ത് ചെയ്ത ആളുകളെ കണ്ടെത്തി അവരുടെ കൂടെയാവുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അമേരിക്കയിലാണെങ്കിൽ പോണ്ടി വരും, ഇവിടെ ഇല്ലാന്നൊന്നും പറഞ്ഞതിനല്ല. നീ കണ്ടെത്തുന്നതിനെ പിന്നെ നീ പോയിക്കോ. അത് ഹക്കാണെങ്കിൽ നിന്റെ ഗ്രാമത്തിലുള്ള സ്വാലിഹായ മനുഷ്യൻ, ആ സ്വാലിഹായ മനുഷ്യനോട് സഹവസിക്കുക. നിന്റെ ഗ്രാമത്തിൽ അല്ലെങ്കിൽ നിന്റെ താലൂക്കിൽ അല്ലെങ്കിൽ നിന്റെ ജില്ലയിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ സ്വാലിഹ്യങ്ങൾ. ഒരു സ്വാലിഹായ മനുഷ്യൻ ഈ ആഴ്ച മരിച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ട OT മൂസ മുസ്ലിയാർ. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ദറജ ഏറ്റി കൊടുക്കട്ടെ. വളരെ നിസ്വാർത്ഥനായ സ്വാലിഹായ മനുഷ്യനായിരുന്നു. സ്വാർത്ഥൻ. അല്ലാഹു നിഅമത്തും സമ്പത്തും കൊടുത്തുകൊണ്ട് അനുഗ്രഹിച്ചു, ഇൽമും കൊണ്ട് അനുഗ്രഹിച്ചു. മുതലുണ്ടായിരുന്നു, ഇൽമുണ്ടായിരുന്നു. രണ്ടും അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവാക്കി. ബഹുമാനപ്പെട്ട OT മൂസ മുസ്ലിയാർ ഈ ആഴ്ച മരിച്ചു. സ്വാലിഹായ മനുഷ്യനായിരുന്നു. സ്വാലിഹായ മനുഷ്യൻ നിസ്വാർത്ഥൻ, ദുനിയാവ് രക്ഷയില്ല, അങ്ങനെ പണിയെടുത്തു, മരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് ദറജ ഏറ്റി കൊടുക്കട്ടെ. മനസ്സ് തുറക്ക്. അള്ളാഹു അദ്ദേഹത്തിന് ദറജ ഏറ്റി കൊടുക്കട്ടെ. അതന്നെ അങ്ങനെ ഒരാളെ ഞാനാ പറഞ്ഞത്, ഇനി ഉണ്ടാവും. ശ്രേഷ്ഠന്മാരായ സ്വാലിഹീങ്ങളോട് സഹവസിക്കുക. അപ്പോൾ 4 പടിയും പറഞ്ഞ്, 4 പടിയെ തടയാനുള്ള വഴിയും പറഞ്ഞ്. ഒന്ന്, ദുനിയാവ് തടയാനുള്ള വഴി എന്താ? ദുനിയാവിന്റെ അഹ്ലുകാരുമായുള്ള ബന്ധം മുറിക്കുക. 2, ശൈത്താനെ തടയാനുള്ള വഴി എന്താ? വയറ് പരമാവധി കാലിയാക്കി ജീവിക്കുക. 3 എന്താ? ഹവയിലൂടെ പിശാച് കയറുന്നത് തടയാനുള്ള വഴി എന്താ? സംസാരം വളരെ കുറക്കുക. 4, സ്വന്തം നഫ്സ് തന്നെ, നഫ്സിനെ ഹബസിലിടാനുള്ള വഴി എന്താ? ഒരുപാട് സ്വാലിഹീങ്ങൾ നേരം വെളുത്താൽ വരുന്നൊരു മജ്‌ലിസാണ് വെള്ളിയാഴ്ച മജ്‌ലിസ്. നിങ്ങൾ എവിടെ നിന്ന് വന്നാലും നിങ്ങൾക്ക് ലാഭം കിട്ടും. കാസർഗോഡ് ജില്ലയിൽ നിന്ന് വന്നവർ ഈ കൂട്ടത്തിലുണ്ട്, മലപ്പുറം ജില്ലയിൽ നിന്ന് അങ്ങനത്തെ വന്നവരുണ്ട്, ചിലപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരുന്നവരുണ്ടാവും, ചിലപ്പോൾ എറണാകുളത്ത് നിന്ന് സ്ഥിരമായി ഒരാൾ വരാറുണ്ട് ഈ ക്ലാസ്സിൽ. എന്തുകൊണ്ട്? ഇവിടെ സ്വാലിഹീങ്ങൾ വരും. ഈ ഇരിക്കുന്നവരിലും നിസ്വാർത്ഥരായ സ്വാലിഹീങ്ങൾ ഒരു ലക്ഷ്യമില്ല. അപ്പോൾ 4 കാര്യം ഇനി പറയണ്ട, ഞാൻ ബാക്കി പറയാം. പിശാച് കയറി വരുന്ന വഴികൾ പ്രധാനമായും
4 ഒന്ന് ദുനിയാവ് അടക്കാനുള്ള വഴി, ദുനിയാവിന്റെ അഹിതകാര്യമായുള്ള ബന്ധം അത്യാവശ്യത്തിനല്ലാതെ ഒഴിവാക്കുക. ഒരാവശ്യം കച്ചവടം കാര്യം അത്യാവശ്യം കഴിഞ്ഞു വർത്തനല്ല, അതിന്റെ അയലുകാരെ പൂജിക്കാതിരിക്കുക. 2 ശൈത്താൻ നേരിട്ട് കയറുന്ന തടയാനുള്ള വഴി വയറ് പരമാവധി കാലിയാക്കുക. 3 ഹവ കയറുന്നത് തടയാനുള്ള വഴി സംസാരം പരമാവധി കുറക്കുക, സംസാരം അള്ളാഹിനോടാക്കുക. 4 നെഫ്സിനെ ചെത്തിമിനിക്കണം എപ്പോഴും, ഇല്ലെങ്കിൽ നെഫ്സന്നെ മതി നമ്മൾ നശിപ്പിക്കാം എന്ന് ഖുർആനിലുണ്ട്. ഇന്ന നഫ്സ ലഅമ്മാറത്തു ബിസൂ, ഏത് ചീത്തയും ആര് കൽപ്പിക്കും? നഫ്സ് കൽപ്പിക്കും. എന്താ പരിഹാരം? എന്താ നഫ്സിനെ നന്നാക്കാനുള്ള വഴി? നമ്മളെ നഫ്സിനെ നമ്മൾ തേച്ച് മിനുക്കി നന്നാക്കി അടിച്ച് ശുദ്ധിയാക്കണം. അതിനെന്ത് ചെയ്യണം? മുല്ലപ്പൂം പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. മുല്ലപ്പൂം പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. മുല്ലപ്പൂം പൊടി ഏറ്റുകിടന്നാലേ കല്ലിന് ആ സൗരഭ്യം ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ നമ്മളെ ചീത്തയായ നമ്മുടെ നഫ്സിനെ സാലിഹ്യങ്ങൾ അടുത്തുകൊണ്ട് ഇരുത്തുക, ഇടക്കിടക്ക് അവരെ കാണുക. ഈ 4 വകുപ്പിലുള്ള ആളുകളുടെയും നേതാവാണ് ഇബ്ലീസ്. ഇബ്ലീസിന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ചരക്ക് ദുനിയാവാണ്. ബഹുമാനപ്പെട്ട മഹാനവർകൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു. ഏതായത്ത് ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, പിശാച് എല്ലാ ശൈത്താന്മാരുടെയും കേന്ദ്രമാണ്. ആര്? ഇബ്ലീസ്. അവന്റെ കയ്യിലുള്ള ചരക്കെന്താ? ദുനിയാവ്. അതാലിൽ ഖൽഖി, ഇബ്ലീസ് അല്ലെങ്കിൽ ഇബ്ലീസിന്റെ മക്കൾ സൃഷ്ടികളുടെ അടുത്ത് വരും. ഫഖാലലഹും, എന്നിട്ട് ഈ പിശാചുക്കൾ സൃഷ്ടികളോട് പറയും, ഇൻദി അദ്ദുനിയാ, എൻ്റെ കയ്യിൽ ദുനിയാവുണ്ട്. മൻ അറാദഹാ, ആർക്കെങ്കിലും ദുനിയാവ് വേണമെങ്കിൽ ഫഅന അബിഉഹാ, ഞാൻ ദുനിയാവ് വിൽക്കാൻ തയ്യാറാണ്. ഇത് പറഞ്ഞാലേ ഇവിടെ പൂർത്തിയാവുള്ളൂ. ഇതാണ് പറയണം, ഇതിൽ കുറച്ച് കഥ കിടക്കുന്നുണ്ട്. പിശാച് മനുഷ്യന്റെ അടുത്ത് വന്ന് പറയും. എന്ത് പറയും? പിശാചിന്റെ പ്രധാനപ്പെട്ട ചരക്കേടാ ദുനിയാവേ. പിശാച് മനുഷ്യന്മാരുടെ അടുത്ത് വന്ന് പറയും, എന്ത്? നിന്റെ അടുത്ത് വേണ്ടത്ര ദുനിയാവുണ്ട്. മൻ അറാദഹാ ഫഅന അബിഉഹാ, ആർക്ക് വേണമെങ്കിലും ഞാൻ ദുനിയാവിനെ വിൽക്കാം. ആർക്കാ വേണ്ടത്? ഖാലു, അപ്പോൾ മനുഷ്യന്മാര് ചോദിക്കും, എന്താണ് ദുനിയാവിന്റെ വില? എന്താ? കാല, അപ്പൊ ശൈത്താൻ പറയും, ദീനിന് തരണം എന്നും ശൈത്താൻ വരുന്നുണ്ട് ഓരോ വഴിക്ക്. എന്നിട്ട് ഓരി നമ്മളോട് എന്ത് കാണിച്ചു തരുന്നുണ്ട്? ദുനിയാവ് വേണോ എൻ്റെ തെമ്പാടുണ്ട്, ദുനിയാവ് വേണോ? അപ്പൊ നമ്മൾ ചോദിക്കും, അതിനിപ്പോ എന്താ നമ്മൾ ചെയ്യേണ്ടത്? വില എന്താ? വില ദീനന്നെ, വീണിന് തന്നാൽ ദുനിയാവ് തരാം. ഇതൊക്കെ സദാ നേരം ഇവിടെ നടക്കുന്നുണ്ട്. എന്തൊക്കെ നടക്കുക? ഞാൻ ദുനിയാവിനെ തരാ. അപ്പോൾ ആളുകൾ ചോദിക്കും, ദുനിയാവിന്റെ വില എത്രയാ? കാല അദ്ദീനു, ദീൻ തന്നാ മതി. മൻ തറക ദീനഹു, ആരെങ്കിലും ദീൻ ഒഴിവാക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഫൽയഅതി, അവൻ ഇങ്ങോട്ട് വരട്ടെ. ദുനിയാവ് വാങ്ങിക്കോട്ടെ, പിടിച്ചോട്ടെ. ഫബാഉ ദീനഹും, അപ്പോൾ ബിദ്ദുനിയാ, ചില ആളുകൾ ദീന് വിറ്റ് ദുനിയാവ് വാങ്ങും. ഫഹഉലാഇൽ കുഫാർ, അവർ കാഫിറായി മരിക്കുമ്പോഴത്തിന് ആഖിബത്ത് നാശായി കാഫിറായി ചാവും. അവര് ഏതൊക്കെ കോലത്തിൽ നടന്നാലും അവസാനം അവര് ആഖിബത്ത് നാശമായി ചാവും. അതായത് ലക്ഷ്യം എന്താ? ദുനിയാവ്. ദീനും ദുനിയാവും തമ്മിൽ തട്ടിച്ചു നോക്കിയപ്പോൾ തോന്നി ഇന്നത്തെ കാലത്ത് ദുനിയാവ് കുറച്ച് പ്രയാസാണ്, അതിന് താങ്ങാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെ. ദീനൊന്നും ശർത്തും പുറത്തൊന്നും നോക്കണ്ട, ഹലാലും ഹറാമും നോക്കണ്ട. പിന്നെ നമുക്ക് പള്ളിക്കും മദ്രസക്കും കുറച്ചാണ് കൊടുക്കുക. അപ്പൊ അതൊക്കെ വെളുപ്പിക്കുക. ഏത് ബ്ലാക്ക് മണിയും വെളുപ്പിക്കാനുള്ളതാണ് നമ്മുടെ നാട്ടിലുള്ള സ്വതക്ക. അതേതായാലും വേണ്ടില്ല, ആരാണെങ്കിലും വേണ്ടില്ല. നമുക്കൊരു പരിപാടി ഉണ്ടാക്കണം. അതിനെന്താ വേണ്ടേ? എന്താ? അതിന് 4 അരി വേണം. പിടിച്ചോളി, എന്താ പണി? പലിശ കൊടുക്കുക. അപ്പൊ മറ്റൊന്ന് സൂചിപ്പിച്ച്, ഓനെന്താ പറഞ്ഞ ഉള്ളിൽ കൂടി ഒരു പൈസ കച്ചവടം ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അപ്പം ഒപ്പം പോകുന്ന കമ്മിറ്റിക്കാരൻ പറയും. അങ്ങനെയാണ് നോക്കിയപ്പോ ഇന്നത്തെ കാലത്ത് നടക്കൂല. എല്ലായിടത്തും ഉണ്ടാവും. അതൊന്നും ഇപ്പൊ നോക്കണ്ട. അപ്പോൾ ചില ആളുകൾ ദീനിന് വേണ്ടി ദുനിയാവ് വിൽക്കും. അവർ കാഫിറായി ചാവും, അവർ ആഖിബത്ത് നാശമാവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. തിരിച്ചറിവ് വന്നിട്ടില്ലെങ്കിൽ കുറഞ്ഞ ഈമാനുള്ളവരും പിന്നെയോ മുനാഫിഖീങ്ങളും മാലു ഇല ദുനിയാ, ശൈത്താൻ വന്ന് ചോദിക്കുമ്പോഴത്തിന് അവർ ചാഞ്ഞു നിൽക്കും. എന്തിലേക്ക്? ദുനിയാവിലേക്ക്. ഖാലൂ ലിശൈത്താൻ
പിശാചിനോട് അവർ പറയും, ആയിക്കോട്ടെ ഞങ്ങൾ വാങ്ങാ, പക്ഷേ നിന്റെ ചിറക്ക് ഞങ്ങൾക്കൊന്ന് രുചിപ്പിച്ചുകൊണ്ടാ. ഞങ്ങൾക്ക് നിന്റെ ചിറക്ക് രസം കിട്ടിയാ ഞങ്ങൾ വാങ്ങിക്കോളാ. ഇബ്ലീസ് ചെല്ലും ആരടുത്ത്? കുറഞ്ഞ ഈമാനിന്റെ അടുത്ത്. പിന്നെയോ മുനാഫിക്കിന്റെ അടുത്ത് ചെല്ലും, എന്നിട്ട് പറയും ദുനിയാവ് തരാം, ദീനെന്നാ മതി. അപ്പോൾ ഇവര് പറയും ദീന അങ്ങനെ തരാൻ പറ്റൂല, തരാം, പക്ഷേ തിരണിന് മുമ്പ് നിന്റെ ചിരക്ക് ഞങ്ങൾക്കൊന്ന് അല്പം താ, ഞങ്ങളതൊന്ന് രുചിച്ചോക്കട്ടെ, രസമാണെങ്കിൽ ഞങ്ങൾ എടുത്തോളാ. അങ്ങനെയുള്ള പല സാധനങ്ങൾ നമ്മൾ വാങ്ങുക, ആ സാധനം നമ്മളൊന്ന് നോക്കട്ടെ, ഞാൻ നോക്കട്ടെ, ക്ലിയർ ആണോ, ഞാൻ എടുത്തോളാം. അങ്ങനെ ഇവര് കച്ചവടം അർപ്പിക്കും പിശാചുമായി ഒരല്പം പരീക്ഷിക്കാൻ വേണ്ടി കൊടുക്കാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ വിറ്റോളാം, ഞങ്ങൾ വാങ്ങിക്കോളാം, ഞാൻ വിറ്റോളാം, വാങ്ങിക്കോളാം. പിശാചും ഇവരുടെ നഫ്സും തമ്മിൽ പറയും. അപ്പോൾ പിശാച് പറയും ആയിക്കോട്ടെ, പക്ഷേ ഇന്റെ സാധനം ഒരല്പം ഞാനാണ് തരണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കൽ റഹിന് തരണം. നിങ്ങൾ പണയ സാധനം തരാതെ എന്റെ ചിരക്കാൻ തരൂല. സാധനം തരണമെങ്കിൽ എന്റെ ദുനിയാവ്, എന്റെ കയ്യിലുള്ള സാധനം ഞങ്ങൾക്ക് പരീക്ഷണത്തിൽ തരണമെങ്കിൽ നിങ്ങൾ എനിക്ക് എന്ത് തരണം? ഒരല്പം ഒരു പണയം തരണം. അപ്പോൾ ഇവരുടെ നഫ്സ് ചോദിക്കും, ആയിക്കോട്ടെ പണയം തരാം. എന്താ പണയം വേണ്ടത്? അസ്മാഅക്കും വഅബ്സാറക്കും, നിങ്ങളെ കണ്ണും വേണം, നിങ്ങളെ കാതും വേണം. നിങ്ങളെ കണ്ണും കാതും എനിക്ക് തന്നാൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ദുനിയാവ് നിങ്ങൾക്ക് തരാം. പിന്നെ വേണമെങ്കിൽ എടുത്താൽ മതി. കണ്ണും കാതും ഇവന്റെ കയ്യിലാകണോട് കൂടെ പിന്നെ ഇവന്റെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എല്ലാ ആയത്തിലും മനുഷ്യനെ കണ്ണും കാതും പറയുന്നത്. അടുത്ത ആഴ്ച വിശദീകരിക്കുക. ഒന്നും കൂടെ ഒറ്റ വാക്ക് പറയാ. കാണുന്നതെല്ലാം കാണാവുന്നൊക്കെ കാണാ, എന്തും കേൾക്കുക. ഇങ്ങനെ നയം നമ്മുടെ ഇടയിലുണ്ട്, മുൻഗാമികൾക്കില്ല. മുൻഗാമികളെല്ലാം കാണൂല. നാടകമാണോ? അവയ്ക്ക് പോവില്ല. നമ്മളോ നാടകം എന്ന് പറയുമ്പോഴത്തിന് തുണിച്ചിട്ട് നാടകമൊന്നും ഇല്ലെങ്കിൽ ഇന്നും പഠിക്കണ്ടാവില്ലേ? നമുക്ക് നോക്കുക. നമ്മളെ ജനതയും മുൻഗാമികളെ ജനതയും വ്യത്യാസം എന്താ? നാടകമാണ്, അവയ്ക്ക് പോവില്ല. നമ്മളോ നോക്കുക, ചിലപ്പോൾ അതിലും പഠിക്കണ്ടാവും. പഠിക്കണ പണിയാ, പരീക്ഷല്ല, പരീക്ഷ മനസ്സിലില്ല. അതിലെന്താ സിനിമ അങ്ങനെ തള്ളി പറയാൻ പറ്റൂല. ചില അതിനും പഠിക്കണ്ടാവും. എന്തും കാണും, എന്തും കേൾക്കും. എന്തുകൊണ്ട് ഇവർ വിറ്റിട്ടുണ്ട്? എന്ത് ആര് വെച്ച് കെട്ടി സ്റ്റേജ് കെട്ടിയാലും, ആര് സ്റ്റേജ് കെട്ടിയാലും പോവും. വാട്സപ്പ് തുറന്നാൽ ആരുടെ കേൾക്കും. ഒന്ന് നിരീശ്വരവാദിയായാലും കുറച്ച് കയ്യിലുണ്ടാവും. നോക്ക്. മുമ്പൊരിക്കലും ഞാനൊരു പള്ളിയിൽ ഖാദിയായ സമയത്ത് അസ്റിയമായത്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇരിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ അങ്ങാടിയിലേക്ക് ചായക്ക് പോയി. അപ്പോൾ ചായക്ക് പോയപ്പോൾ ഇവരെന്നെ വിളിച്ച്, സാറേ നിങ്ങൾ വരുന്നോ? ചായക്കില്ല, എനിക്ക് എന്തോ പുസ്തകം നോക്കാനുണ്ട്. അവർ പോയില്ല. അപ്പോൾ അവർ പോയി. അവർ അസ്റിന്റെ ചായക്ക് പോയിട്ട് പിന്നെ മഗ്‌രിബിന് പാഞ്ഞു വരിക. അപ്പോൾ അവരെന്ത് നേരം വൈകി? മഗ്‌രിബ് നിസ്കരിച്ച് നിങ്ങൾ പറ്റ നേരം വൈകിയല്ലോ. മഗ്‌രിബിന്റെ ജമാഅത്തിൽ അവസാനം അവർ വന്ന് കൂടി പാഞ്ഞിട്ട് ചോദിച്ച് എന്തേ പറ്റി? അപ്പോൾ പറഞ്ഞേ, ഞാൻ ഇന്ന നിരീശ്വരവാദിയുടെ പ്രസംഗം ഉണ്ടായിരുന്നു. എവിടെ? അങ്ങാടി. പേരടക്കം പറഞ്ഞു. പേര് നല്ല സ്ഥലത്ത് പറയാൻ പാടില്ലാത്തതുകൊണ്ട് പറയാതിരിക്കുക. ഇന്നാലിന്ന നിരീശ്വരവാദി അങ്ങാടിയിൽ പ്രസംഗിക്കുന്നുണ്ട്, നിരീശ്വരവാദികളെ സമ്മേളനം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അത് കേട്ടുപോയി. കേട്ടാ നിന്നു. അതാണ് കേട്ടാ നമ്മക്ക് തോന്നും കുറച്ചൊക്കെ അതിലും കാര്യമുണ്ട്. ഇതിന് എന്റെ രക്തവും എന്റെ മാംസവും സാക്ഷിയായ വർത്താനം ഞാൻ ഈ പറയുന്നത്. വെറുതെ വാക്ക് പറയല്ല. ഇത് ഏകദേശം 2000-ലായിരിക്കും ഈ സംഭവം. 20 കൊല്ലം മുമ്പാ. ഞാൻ എത്രയോ ആലോചിച്ചു പോയിട്ടുണ്ട് ഈ സംഭവം. ഇവർ പറഞ്ഞ എന്താ? കേട്ട് നിന്നാ കേട്ടു. എന്ത് നിരീശ്വരവാദികളുടെ സമ്മേളനം? എന്താ നിരീശ്വരവാദികൾ പറയണേ? അല്ലല്ല, അതൊക്കെ വെറുതെ പറയാണ്. അല്ലല്ല ഇതല്ലേ പറയാനുള്ളത്. അത് കേട്ട് നമ്മളാ കേട്ടു. നമ്മക്ക് അതാണ് കേട്ടാ നമ്മക്ക് തോന്നും കുറച്ചൊക്കെ ഒരു പറഞ്ഞു കൊടുത്തും കാര്യമുണ്ട്. പിന്നെ ഞാൻ ആലോചിച്ചു, പിന്നെ എന്തിനാ അവർ പാഞ്ഞു കരച്ച് മഗ്‌രിബിക്ക് വന്നത്? കുറച്ചൊക്കെ കാര്യമുണ്ട് പറഞ്ഞാൽ അതിന്റെ മൈനെന്താ? ഒരു മൂമിനായ മനുഷ്യൻ നിരീശ്വരവാദിന്റെ വാക്ക് കേൾക്കാൻ കഴിയും. പിന്നെ എങ്ങനെയാ മൂമിനാവുക? എങ്ങനെയാവൻ മൂമിനാകല? എങ്ങനെയാ? അല്ലല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതൊക്കെ കളവാന്ന് പറയാ. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ടോ അത് കേട്ട് കൊടുക്കുക. വിറ്റതാണ് ആർക്ക്? പറയാ. എന്തും കേൾക്കുക, എന്തും കാണുക. നമ്മൾ എതിർത്താ പറയാ മോര്യമാർക്ക് ഇന്നത്തെ കാലത്ത് ആളെ കിട്ടാത്തോണ്ടാണ് കാണരുത് കേൾക്കരുത് എന്ന് പറയുന്നത്. എന്താ ഇവിടെ സംഭവിച്ചത്? അവരെ കണ്ണും കാതും അവർ ആർക്ക് വിറ്റു? പറയാ, ആർക്ക് വിറ്റ്?
പിശാചിനെ വിറ്റ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹ്യായിൽ പറയുന്നുണ്ട്, ഒരാളുടെ സംസാരം കേൾക്കണമെങ്കിൽ ഫതഫഖദ അൻഹു, അയാളെ പറ്റി നല്ല പോലെ അന്വേഷിക്കണം. ഇൻകാന സാഹിബ ബിദ്അ, അയാൾ ബിദ്അത്തുകാരനാണെങ്കിൽ പോലും, നിരീശ്വരവാദി മാത്രമല്ല, അതിനേക്കാൾ അപ്പുറത്താ താഴെയാണല്ലോ എന്ത്, വിദ്യാർത്ഥികാരനാണെങ്കിൽ പോലും ഫലാ തജ്ലിസ് ഇലൈഹി, അയാളുടെ പ്രസംഗം കേൾക്കാൻ ഇരുന്ന് പോകരുത്. ലാ യതകല്ലമു ഇല്ലാ ബിലിസാനി ശൈത്വാൻ, ഏത് വിദ്യാർത്ഥികാരന്റെ നാവിലും ആരുണ്ടാവും? ശൈത്വാൻ. എവിടെയുണ്ട്? കിതാബുൽ ഇൽമിൽ ഇഹ്യയിൽ ഉണ്ട്. ഇമാമിനും ആളെ കിട്ടാത്തോണ്ടാണോ അത് പറഞ്ഞ്? ആലിമീങ്ങൾ, സ്വാലിഹീങ്ങളായ വലിയ വലിയ ആലിമീങ്ങൾ പറയും, എന്തും കേൾക്കരുത്, എന്തും കാണരുത്. എന്തും കാണാനുള്ളതല്ല, എന്തും കേൾക്കാനുള്ളതല്ല. മനസ്സിലായോ? എല്ലാരും കേൾക്കുന്നത് നമുക്ക് പറ്റൂല, എല്ലാരും കാണുന്നത് നമുക്ക് പറ്റൂല. വളരെ ചിന്തിക്കണം, ചിന്തിക്കണം, ചിന്തിക്കണം. ഓരോരുത്തരുണ്ടല്ലോ നല്ല ബരയങ്കള്ളി കുപ്പായം, ഒരു സൈസ് മഴക്കാറിന്റെ കുപ്പായിട്ടുകൊണ്ടാണ് കല്യാണത്തിന് വന്നത്. അവന് നേരെ ബിരിയാണി ചെമ്പിന്റെ അവിടെ നല്ല ഉഷാറിൽ പുക അടിച്ചിട്ട് അങ്ങനെ ബിരിയാണി ദമ്മിടുന്ന നേരത്ത് അവിടെ നിൽക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ട്? അവന്റെ കുപ്പായത്തിന് കളർ കൂടും. ഇവന്റെ കുപ്പായം എന്താ? മഴക്കാറിന്റെ കളറ്. മഴക്കാറിന്റെ കളറുള്ള കുപ്പായിട്ട് വന്ന ഇവന് ബിരിയാണിക്ക് ദമ്മിടുന്ന നേരത്ത് അവിടെ ഇങ്ങനെ മുറം കൊണ്ടിങ്ങനെ പുക അടിക്കുന്നുണ്ട്. അതിന്റെ അടുത്ത് ഇങ്ങനെ ബിരിയാണിന്റെ അടുത്ത് ചെമ്പിന്റെ അടുത്ത് തന്നെ നിന്നാലും ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ട് കുഴപ്പമില്ല? ഇവനവിടെ ഒന്ന് നഷ്ടം വരാനില്ല. എന്തുകൊണ്ട്? ഇവന്റെ കുപ്പായം തന്നെ എന്താണ്? ഈ പുകന്റെ കളറാണ്. നേരെ മറിച്ച് നല്ല വെള്ളക്കുപ്പായം ഉഷാറായിട്ടിട്ട് അവിടെ ബിരിയാണി വെക്കുന്നിടത്തേക്ക് വിളിച്ചാലോ, അപ്പൊ പറയുന്നത് വന്നിരുന്നു 4 കൊല്ലം മുമ്പ്, ഇപ്പൊ ഞാൻ വെള്ളക്കുപ്പായം പതിവാക്കി, ഇനി നടക്കൂല. അപ്പോൾ എല്ലാവർക്കും എല്ലായിടത്തും നിൽക്കാൻ പറ്റൂല, എല്ലാവർക്കും എല്ലായിടത്തും കയറാൻ പറ്റൂല, എല്ലായിടത്തും പോകാൻ പറ്റൂല, എല്ലായിടത്തും കയറാൻ പറ്റൂല, എല്ലാവരും പറയുന്നത് പറയാൻ പറ്റൂല. എന്തുകൊണ്ട്? അവനവന്റെ സമഅനെയും ബസറിനെയും എല്ലാവർക്കും കൊടുത്താൽ പിശാച് ഇബ്ലീസ് അധികാരിയായി.